ഒരു ധനികൻ തന്റെ കാർ ഓടിക്കാൻ യോഗ്യനായ ആളെ കണ്ടെത്താൻ ഒരു പരീക്ഷ നടത്തി. പങ്കെടുക്കാനെത്തിയ 3 പേരെയും കൂട്ടി അദ്ദേഹം ഒരു മൈതാനത്ത് പോയി. നടുവിൽ വലിയൊരു കുഴിയുള്ള ആ മൈതാനത്തിലൂടെ കാർ ഓടിച്ച് കാണിക്കാൻ ആവശ്യപ്പെട്ടു. ഒന്നാമൻ ഒരു ചക്രം കുഴിയിൽ ചാടിച്ച്, എന്നാൽ വണ്ടി കുഴിയിൽ അകപ്പെടാതെ ഓടിച്ച് തന്റെ മികവ് കാണിച്ചു. രണ്ടാമൻ കുഴിയുടെ അരികിലൂടെ വാഹനം ഓടിച്ച് സൂക്ഷ്മത തെളിയിച്ചു. മൂന്നാമൻ കുഴിയുടെ അടുത്തേക്ക് കാർ കൊണ്ടുപോയതേയില്ല. സാമർഥ്യം കാണിക്കാത്ത മൂന്നാമന് നിയമനം ലഭിച്ചു. എവിടെ എന്ത് പ്രയോഗിക്കണം എന്ന തിരിച്ചറിവാണ് എല്ലാ പഠനത്തെയും സാധൂകരിക്കുന്നത്. 100 കഴിവുള്ളവനിലല്ല, ഒരു കഴിവ് യഥാസ്ഥലത്ത് യഥാസമയം ഉപയോഗിക്കാൻ അറിയുന്നവനിലാണ് അറിവും കഴിവും പ്രവർത്തനക്ഷമമാകുന്നത്. മലമുകളിലെ സവാരിയല്ല മൈതാനത്ത്, മണൽപ്പരപ്പിലെ യാത്രയല്ല സമുദ്രത്തിൽ. വഴിയുടെ രീതി അറിയാത്തവനും യാത്രയുടെ ലക്ഷ്യമറിയാത്തവനും സമ്പാദിച്ച എല്ലാ യോഗ്യതാപത്രങ്ങളും നിരർത്ഥകവും നിഷ്ഫലവുമാകും. ആർജിച്ച കഴിവുകളെല്ലാം ആവശ്യങ്ങൾക്കനുസരിച്ച് ഉപയോഗിക്കാനുള്ള തിരിച്ചറിവാണ് നേടിയ അറിവുകളുടെ പ്രായോഗികതയ്ക്കുള്ള മാനദണ്ഡം. അതാണ് സാമർഥ്യവും. എല്ലാ പ്രതിബന്ധങ്ങളും കീഴടക്കാനുള്ളതല്ല, ചിലതിനെയെങ്കിലും ഒഴിവാക്കുകയോ അവഗണിക്കുകയോ ചെയ്യാം. എന്തിനോടും എതിരിട്ടും എല്ലാത്തിനോടും മത്സരിച്ചും നഷ്ടപ്പെടുത്തിയ ഊർജമാകും ലക്ഷ്യത്തിലെത്തുന്നതിനുള്ള തടസ്സ കാരണമാവുക. അഭിമുഖമായി വരുന്ന പ്രശ്നങ്ങളെ മാത്രം നേരിട്ടാൽ പോരെ, എന്തിനാണ് അതിർത്തിക്കപ്പുറത്തുള്ള സംഘർഷങ്ങളെയും പിളർപ്പുകളെയും സ്വന്തം ചിന്താമണ്ഡലത്തിലേക്ക് വലിച്ചടിപ്പിക്കുന്നത്? സ്വന്തം മികവിലും കഴിവിലും ആത്മാഭിമാനം പൂണ്ടു നിൽക്കുമ്പോൾ പലയിടത്തു നിന്നും പുറന്തള്ളപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ആത്മപരിശോധന നല്ലതാണ്.